നമുക്ക് ബോറടിക്കില്ല, നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്, കൊള്ളാം, നല്ല ഫിലിമാണ്. അഭിനയം നല്ലതാണ്. ആദ്യത്തെ ഫസ്റ്റ് ഷോട്ടിൽ ഒരു ചെറിയൊരു എഡിറ്റിംഗ്, ഒരു വോയിസ് എഡിറ്റിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ. അത് പിന്നെ അങ്ങോട്ട് പറഞ്ഞില്ല അതിനെക്കുറിച്ച്. നിങ്ങൾ നല്ലൊരു മൂവിയാണ്. ഇത്ര ഉള്ളൂ. സൂപ്പർ ഫിലിം, സൂപ്പർ, ഇഷ്ടപ്പെട്ടു, നല്ല ഫിലിം, നല്ല. It's a really good movie. At every level, it is a good movie. Midun and Nimita work well, and as it's a one-man show. 30 levels are done by one fellow. It's also absolutely good. Music is good, and every level it is good. Okay, it's very good movie. Super. ഇഷ്ടപ്പെട്ട എല്ലാവരും അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും അഭിനയം? കുഴപ്പമില്ല, എന്തായാലും മോൾക്ക് ഒരു ഫ്യൂച്ചറുണ്ട്. നല്ല രീതിയിൽ അഭിനയിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു. കഥയും കൊള്ളാം. നന്നായി, വളരെ നന്നായിട്ടുണ്ട്. പടം കാണാൻ എക്സ്പീരിയൻസും സന്തോഷം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേര് വന്നു, ഇത്രയും പേര് വരുന്ന എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ വന്ന് കാണണം. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ നല്ലൊരു മെസ്സേജ് തരുന്നൊരു ഫിലിമാണ്. എല്ലാവരും ന്യൂ കമ്മേഴ്സാണ്. അപ്പം ആൾക്കാർ വരുന്നത് അതുകൊണ്ട് ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നല്ലൊരു മൂവിയാണ്, എല്ലാവരും കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നല്ലതാണെങ്കിൽ എല്ലാവരോടും പറയാം. ഇപ്പം ഞാൻ ചോദിച്ചാൽ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്, അഭിനയിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് മൂവിയാണ്, അപ്പം അതിൽ ഇത്രയും നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുമ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും പേര് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അവർക്ക് ആക്ടിങ് ഇഷ്ടമാവുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? കഥ കേട്ടപ്പോൾ നല്ലൊരു കോണ്ടൻറ്റാണ് ബേസിക്കലി. അപ്പം അങ്ങനെ പിന്നെ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറും കൂടി കിട്ടുമ്പം ഡെഫിനറ്റ്ലി ഫസ്റ്റ് മൂവിയും കൂടി ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും എല്ലാവരും വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നല്ല റോൾസിൽ മലയാള സിനിമയിലേക്ക് എത്തട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി, കൊള്ളാം, നല്ല സിനിമ. എല്ലാവരും അഭിനയമൊക്കെ കൊള്ളാം. ഇമോഷനിലേക്ക് കാണാം. എല്ലാം നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? കുഴപ്പമില്ല. എല്ലാവരും അഭിനയം നോട്ട് ബാഡ്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഭാവിയുള്ള കുട്ടികളാണ്. എല്ലാവരും അഭിനയം നന്നായിരുന്നു. കണക്ട് ചെയ്തു. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, നല്ല മെസ്സേജ്. ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇഷ്ടപ്പെട്ടു എല്ലാവരും? സൂപ്പർ. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ്? നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല മൂവി, നല്ലതാണ്. പിള്ളേർക്ക് നല്ല ഭാവിയുണ്ട്. നന്നായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായ സിനിമ? സിനിമ ഉണ്ടോ? ഇഷ്ടമായോ? എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ സ്റ്റാർട്ടിങ് അല്ലേ ഭംഗിയായിട്ട്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ലൊരു ഫിലിം. എല്ലാവരും അഭിനയം നന്നായിരുന്നു. ഇമോഷണലി കണക്ട് ഒക്കെ ചെയ്തു സിനിമ. നല്ലൊരു തുടക്കക്കാരല്ലേ, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ആക്ടിങ് ആയിരുന്നു. ന്യൂ കമേഴ്സ് ആണെങ്കിലും നമ്മൾക്കത് ഫീൽ ചെയ്തില്ല. നല്ല എക്സ്പ്രഷൻസും നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു. നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കും കഥയെല്ലാം കണ്ടപ്പോൾ കൺവെൻഷൻ ഇനി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതേപോലെ സിനിമയിൽ നന്നായിട്ടുണ്ട്. ഒരു പുതുമയുള്ള കഥയാണ്, നന്നായി എടുത്തിട്ടുണ്ട്. പുതിയ എല്ലാ താരങ്ങളാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഇല്ലാതെ നന്നായി ആ സിനിമ പോകുന്നുണ്ട്. ഒട്ടും തന്നെ മടുപ്പില്ലാതെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കഥയൊക്കെ ഭയങ്കര നല്ല കഥയാണ്, നല്ല കഥയാണ്. ഒരു പുതുമയാർന്ന കഥയാണ്. ഇപ്പൊ സമൂഹത്തിൽ ശരിക്കും ഭയങ്കര കണക്ട് ആയി തോന്നുന്നു ഒരു കഥ കേട്ടപ്പോൾ. അതെ ഇത്തരത്തിലുള്ള അതെ ഇനി ആവർത്തിച്ച് വരേണ്ടതാണ്. നല്ല സിനിമ. ശരിക്കും നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. നായികയ്ക്കാണ് പ്രാധാന്യം. നല്ല മൂവി. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ആദ്യമായി അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത നിലയിൽ ഒരുവിധം നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന ചില നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികളായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗമയുണ്ട്. ലോട്ടറിയും എല്ലാം വരുന്നുണ്ട്. പുതിയ കാലത്തിൻ്റെ ചില വൈകൃതങ്ങളൊക്കെ നമ്മൾ ശരിക്കും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികൾ എന്ന നിലയ്ക്ക് വളരെ ഭംഗിയായിട്ടുണ്ട്. അവർ തീം കൊള്ളാം. ഓക്കെ, ഒരു ക്ലീൻ സിനിമയാണ്. വലിയൊരു നായകന്മാരെ അവർക്ക് പഴയ ആൾക്കാരാണല്ലോ. പുതിയ ആൾക്കാർ വന്നത് ഈ കുട്ടികൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഫീലിങ്സ്. ഇതിപ്പോൾ ഞാനൊരു FSCയിൽ വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റൻറ്റ് ജനറൽമാനായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പ്ലാനിലൊരു ടെക്നീഷ്യൻ സംഭവിച്ചൊരു കാര്യമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷെ കഥ ഇതല്ല. അവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 10 ലക്ഷം രൂപ എടുത്തിട്ട് ഇതുപോലെ ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് കാശ് പോയി ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം ഇപ്പോൾ നോർമലായിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു കഥയാണ് ഇത് വന്നിട്ടുള്ളത്. ആ കഥയല്ല ഇത്. പക്ഷേ നമുക്ക് തോന്നി നല്ല ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കൊച്ചി എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന കൊച്ചാണ്. ഞാനിപ്പോഴാണ് കാണുന്നത്. പെർഫോമൻസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ, ക്യാമറ എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഒന്നും മൈനസ് എന്ന് പറയാനില്ല. ഒക്കെ പോസിറ്റീവാണ്. ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു. എല്ലാം പുതിയ മുഖങ്ങളും പുതിയ ആൾക്കാരും ആണെങ്കിലും അവരുടെ അവതരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ എന്താണ് തന്മയത്വമായിട്ടും അത് തന്നെ അവർ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. അല്ല, കഥയൊക്കെ വളരെ സിമ്പിൾ കഥയാണെങ്കിലും വളരെ വാല്യുബിളായിട്ടുള്ള കഥയാണ്. മെസ്സേജ് കൊടുക്കുന്നത് എല്ലാം ഭംഗിയായിട്ടാണ്. പ്രത്യേകിച്ച് നമിത ആ റോള് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുടെ ഫേഷ്യൽ ഇതായിട്ടുള്ള എക്സ്പ്രഷനുമൊക്കെ നന്നായിരുന്നു. ആ പയ്യനും നന്നായിരുന്നു. ചിത്രം വളരെ നന്നായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമിത എന്ന് പറഞ്ഞ കുട്ടിയുടെ നല്ല അഭിനയമായിരുന്നു. അതുപോലെ നായകൻ പേര് മറന്നുപോയി, അദ്ദേഹത്തിൻ്റെയും ആ ടീമിൻ്റെയും നല്ല അഭിനയമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ഫിലിമാവുന്നു. ഷൈനി കഥ ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിൽ ഉൾക്കൊള്ളേണ്ട കുറേ നല്ല ഐഡിയാസ് അതിലുണ്ട്. പുതിയ തലമുറ ഒന്നും നോക്കാതെ ചാടി പുറപ്പെടുന്ന കുറേ കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ വരുന്ന ഒരു വഴിത്തിരിവുകളാണല്ലോ. അത് ഭയങ്കര ഗട്ട്സ് ഉള്ളതാണ്. അപ്പോൾ ഈ പാരൻസ് ഇത്ര വളരെ നന്നായി നോക്കുന്ന ഈ കുട്ടികളാണ് അവസാനം തെരുവിൽ ഇങ്ങനെയൊക്കെ അകപ്പെടുന്നത്. അപ്പോൾ അതൊരു നല്ല തീമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസ് ലാസ്റ്റാണ് അറിയുള്ളൂ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നല്ല രംഗത്തേക്ക് വന്ന് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ വാതിലുകളൊക്കെ തുറക്കട്ടെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. നമിതയുടെ അഭിനയം വളരെ നന്നായിരുന്നു. ഇനിയും അവൾ ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൻ്റെ തീം വളരെ നന്നായിരുന്നു. ആ തീമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ലൈഫ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സിനിമ കണ്ടതിൽ. 100% നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹവും അതിനുണ്ടാവും. മനസ്സിലായി. നന്നായിരുന്നു. വളരെ നന്നായിട്ട് ഷോർട്ടാണെങ്കിലും നന്നായിട്ട് പോയി. എല്ലാത്തിനും പറ്റിയ രസമായിട്ട് പോയി. സംഗതി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ നല്ല മൂവിയായിരുന്നു. എൻഗേജിങ് ആയിരുന്നു. ആക്ച്വലി ലാഗിങ് ഇല്ല. എല്ലാം പുതുമുഖങ്ങളാണെങ്കിലും നമുക്ക് ആക്ച്വലി ഒരു 2 hours കണ്ടിരിക്കാനുള്ള എല്ലാ സ്റ്റഫും പടത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല കഥയും നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ല ആക്ടിങ്ങും ആയിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും ബെറ്റർ പെർഫോമൻസ്. നല്ല സിനിമ. ഇഷ്ടപ്പെട്ട സിനിമ? എല്ലാവരും പെർഫോമൻസ് അപ്പോൾ ഒന്ന് ക്യാമറ നോക്കി എല്ലാവർക്കും സിനിമ കാണണമെന്നൊന്ന് പറയുമോ? സിനിമ കാണണമെന്ന് പറ. ക്യാമറ നോക്കി സിനിമ കാണണം. സിനിമ കണ്ടിട്ട് കുഴപ്പമില്ല, കാണാൻ രസമൊക്കെ ഉണ്ട്. കഥയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. എല്ലാവരും പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ സിനിമ ആണെന്നല്ലൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ക്യാമറ നോക്കിയിട്ട്. നല്ല സിനിമയാണ്, എല്ലാവരും ഇത് കാണണം. അത്രയും വയലൻസ് ഇല്ലാത്തൊരു സിനിമ. കുഴപ്പമില്ല. സ്റ്റോറി നല്ലതാണ്. നല്ല കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം പുതുമുഖങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്കതിനകത്ത് സ്റ്റോറിയുടെ നല്ലൊരു എലമെൻറ്റും, അതായത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സ്റ്റോറി മൊത്തം. അപ്പോൾ അത് ഒരു എൻ്റർടൈനാണ്. അതായത് ബോറടിക്കാത്ത രീതിയിൽ കാണാം. ഒരൊറ്റ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ടെങ്കിലും സ്റ്റോറി വൈസും എഡിറ്റ് വൈസും കാര്യങ്ങളെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ച് തന്നെ ഉള്ള രീതിയിൽ തന്നെയാണ് എടുത്തേക്കണേ. അതേ ഫാമിലിക്ക് വരാം. കാരണം കറണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അതായത് എക്സാജറേറ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല. എല്ലാം സ്റ്റോറി നടക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി. നല്ല സിനിമയായിരുന്നു.
ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണ്ടിരിക്കാൻ നല്ലതായിരുന്നു. എല്ലാവരും എന്താ വെച്ചാൽ ഇത് നമ്മളെ എല്ലാം ആകാംക്ഷയായിരുന്നു എന്താണെന്നുള്ളത്. എല്ലാം അഭിനയം കൊള്ളാം, പിന്നെ ഡ്രോണിൻ്റെയും എല്ലാം ആശ്വാസം എല്ലാം നല്ലതായിരുന്നു. നന്നായിരുന്നു, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി, ഇഷ്ടമായി. കഥയെല്ലാം ഇഷ്ടമായി, എല്ലാം നല്ല പെർഫോമൻസാണ്, ഇഷ്ടമായി. ആ താല്പര്യമുണ്ട്. ചെറിയൊരു കഥ, പക്ഷെ അത് ഒരു മെസ്സേജുള്ള ഗുഡ് മെസ്സേജ് നന്നായിട്ടുണ്ട്. ഇവരുടെ ഒരു ഫസ്റ്റ് ഫിലിമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ലാത്ത പടം. ഫാമിലി മൂവി ആയിട്ട് തോന്നിയത്? ഫാമിലി ആയിട്ടും അവർക്ക് എൻജോയ് ചെയ്ത് കാണാം. കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ആ ശിവഗംഗ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക, യൂട്യൂബിലെ കുട്ടിയുടെ ഡാൻസറാണല്ലോ, അത് കാണാറുണ്ടായിരുന്നു. അതെ അതെ, കാണാറുണ്ട്. സിനിമ വളരെ നല്ലായിരുന്നു. പിന്നെ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കണെന്നുള്ള ആ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോറി നല്ലായിരുന്നു. അതെ അതെ അതെ, എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയതും കൊള്ളാം. നല്ല സിനിമ, നല്ല മൂവിയായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് നല്ലതായിരുന്നു, കുഴപ്പമില്ല. കഥ ഇഷ്ടപ്പെട്ടു. ഒരു മറ്റുള്ളവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഒരു പെൺപിള്ളേരിങ്ങനെ ഓടിപ്പോയ ദുരിതങ്ങളുണ്ടാവും എന്നുള്ള ഒരു പാഠം പഠിക്കാനുണ്ടാവും.